നിങ്ങളുടെ ആത്മാവ് സംസാരിക്കുകയാ. അല്ലാഹുവേ, കൂട്ടുകാര് കടന്നു വരുമ്പോ കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, എന്തിനാടാ നീ വിഷമിക്കുന്നത്? എന്ത് പ്രയാസമാടാ നിനക്ക് സംഭവിച്ചത്? എന്ത് ദുഃഖമാടാ നിനക്ക് സംഭവിച്ചത്? എന്ത് കണ്ണീരാടാ നിനക്ക് സംഭവിച്ചത്? കരയല്ലേ മോനെ, കരയല്ലേ മോനെ. നീ അങ്ങനെ കരഞ്ഞാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ വിളിച്ചു പറയുകയാണ്. അവസാനം അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, കാരുണ്യവാനായ അല്ലാ, മാലിക്കുൽ മുലൂക്കായ അല്ലാ, ഈ ഉള്ള ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് പെങ്ങളെ, നിങ്ങളാണ് മരിച്ചതെങ്കിൽ നിങ്ങളുടെ പുന്നാര മക്കള് കടന്നു വരികയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് കടന്നു വന്നിട്ട് ഉമ്മാന്റെ മുഖത്തുള്ള വെള്ളത്തുണി മാറ്റുമ്പോ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മക്കളോട് പറയാ, മക്കളെ നിങ്ങൾ കരയല്ല, നിങ്ങൾ വേദനപ്പെടല്ല, നിങ്ങൾ സങ്കടപ്പെടല്ല, നിങ്ങൾ ദുഃഖിക്കല്ല. ഇനി നിങ്ങളെ വഴക്കു പറയാൻ ഉമ്മയില്ല, നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഉമ്മയില്ല, നിങ്ങളെ ആക്ഷേപിക്കാൻ ഉമ്മയില്ല. ഉമ്മ പോവുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യന്മാരുടെ ഉമ്മമാര്, ബാപ്പമാര്, സഹോദരങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ, മയ്യത്തിന്റെ കുളിയെല്ലാം കഴിഞ്ഞു. അവസാനം വീടിന്റെ അകത്തുള്ള വലിയ ഹാളിന്റെ ഉള്ളില് നിങ്ങളുടെ മയ്യത്തും എന്റെ മയ്യത്തും കൊണ്ടുവന്ന് കിടത്തുകയാണ്. ആ സമയമാണ് പടച്ചവനെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു നിൽക്കുകയാ. കല്യാണത്തിന് പുതിയാപ്പള ഒരുക്കിയിട്ട് കടന്നു പോകുമ്പോ നിങ്ങളുടെ കൂട്ടുകാരെത്ര ചിരിച്ചവരാണ്, അവരെത്ര സന്തോഷിച്ചവരാണ്, അവരെത്ര ഇഷ്ടപ്പെട്ടവരാണ്. ഇന്നതാ നിന്റെ മയ്യത്തിന്റെ ചാറ് നിന്റെ കൂട്ടുകാര് കടന്നു വരികയാണ്. അന്നവര് ചിരിച്ചവരാണെങ്കിലോ ഇന്നവര് കരയുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ വന്ന് നിൽക്കുകയാണ്. അവര് പറയുന്നു, കൂട്ടുകാരാ, നീ ഞങ്ങളെ വിട്ട് പിരിയുകയാണോ? ഞങ്ങളെ പിരിഞ്ഞു പോവുകയാണോ? ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടുകൂടി കരയുകയാണ്. എന്റെ പെങ്ങളെ, വീടിന്റെ അകത്തുള്ള വലിയ ഹാളിന്റെ ഉള്ളില് നിങ്ങളുടെയും എന്റെയും മയ്യത്ത് കൊണ്ട് വന്നിട്ട് കിടത്തുകയാണ്. അതാ വലിയൊരു ഹാളിന്റെ ഉള്ളില് ഒരു പായ വിരിച്ചു, 3 കഷണം വെള്ളത്തുണിയും വിരിച്ചു. അതിനകത്ത് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, പള്ളിയുടെ ഉസ്താദുമാര്, മുഅദ്ദിൻ ഉസ്താദ് കടന്നു വന്നിട്ട് സന്തോഷകരമല്ല, വിഷമത്തിലാണ് കടന്നു വരുന്നത്. കാരണം എന്താ? ബാപ്പയുടെ തലഭാഗത്ത് മക്കളുണ്ട്, ഉമ്മയുടെ തലഭാഗത്ത് മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. ഓരോരുത്തരുടെ മയ്യത്തിന്റെ ചാരത്തും പ്രിയപ്പെട്ടവര് കടന്നു വന്നിട്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, കാലിന്റെ ഭാഗം കെട്ടുകയാണ്, കൈയുടെ ഭാഗം കെട്ടുകയാണ്. ഇനി അതാ കെട്ടാന് ബാക്കിയുള്ളതോ തലഭാഗം മാത്രമാണ്. ആ സമയമാണ് ഓരോ മനുഷ്യന്റെ ആത്മാവും വിളിച്ചു പറയുന്നത്, ഫലാ യാ അഹിബ്ബാ, എന്റെ സഹോദരങ്ങളെ, എന്റെ കൂടപ്പിറപ്പുകളെ, എന്റെ കൂട്ടുകാരെ, എന്റെ ബന്ധുമിത്രാദികളെ, ലാ തസുത്ത കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി. ഉമ്മാന്റെ മയ്യത്തിന്റെ ചാരയാണ്, ബാപ്പയുടെ മയ്യത്തിന്റെ ചാര മക്കള് വന്നിട്ട് കരയുകയാണ്. ആ സമയമാണ് ഉമ്മ വിളിക്കുന്നത്, മക്കളെ, എന്റെ മയ്യത്ത് പൊതിയുന്നവരെ, യാ അഹിബ്ബാ,
എന്റെ മയ്യത്ത് പൊതിയുന്ന സഹോദരങ്ങളെ, ലാ തസുദ്ദ കഫന റഅസി, എന്റെ തലഭാഗം നിങ്ങൾ പൊതിയരുത്, എന്റെ തലഭാഗം നിങ്ങൾ പൊതിയരുത്. ഇന്ന ഹാദാ ആഖിറു റുയതി, എന്റെ ചുറ്റുഭാഗത്ത് എന്റെ മക്കളുണ്ട്, എന്റെ പേരക്കുട്ടികളുണ്ട്. അവസാനമായിട്ട് ഞാൻ അവരുടെ മുഖമൊന്ന് കാണട്ടെ. അതുകൊണ്ടല്ലേ മയ്യത്ത് പൊതിയാൻ കടന്നു വരുന്ന ഉസ്താദുമാര് സഹോദരങ്ങൾ പറയും, ഇനി ആരെങ്കിലും അവസാനം കാണേണ്ടുന്നവരെ കാണാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. എന്നാൽ ആത്മാവ് വിളിച്ചു പറയാ, എന്റെ കാലും എന്റെ കൈയെല്ലാം കെട്ടിയവരെ, ലാ തസുദ്ദ കഫന റഅസി, എന്റെ തലഭാഗം നിങ്ങൾ കെട്ടരുത്. എന്റെ മക്കള് കരയുന്നുണ്ട്, എന്റെ മക്കൾ എന്റെ മുഖമൊന്ന് കാണട്ടെ. അവസാനമായിട്ട് ഞാൻ എന്റെ പൊന്നുമക്കളുടെ മുഖവും ഒന്ന് കാണട്ടെ. ആര് കേൾക്കാനാണ്? അവിടെ പൊതിയുകയാണ്. തലഭാഗം കെട്ടി, കാല് കെട്ടി, എല്ലാം കെട്ടി. വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുകയാണ്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ മയ്യത്ത് കൊണ്ടിറങ്ങുകയാണ്. നിങ്ങളുടെ മക്കളെ മയ്യത്ത് കൊണ്ടിറങ്ങുകയാണ്. നിങ്ങളുടെ ഭാര്യയുടെ മയ്യത്ത് കൊണ്ടിറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയമതാ വീടിന്റെ ജനാലയുടെ കമ്പിയിൽ പിടിച്ചിട്ട് ഭാര്യ കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, മക്കളെ ബാപ്പ പോവുകയാ, അസ്സലാമു അലൈക്കും യാ അഹ്ലി വ അഹിബ്ബായി വ ഔലാദി. മക്കളോട് സലാം പറയുകയാണ്. ജനാലയുടെ കമ്പിയിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളെ മുഖത്തേക്ക് ബാപ്പാ, നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാവ്, പെങ്ങളെ, നിങ്ങളുടെ പൊന്നുമക്കളാണ് കരയുന്നതെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കളുടെ മുഖത്തേക്ക് നിങ്ങളുടെ ആത്മാവ് നോക്കിയിട്ട് പറയാ, ബാപ്പ പോവുകയാ, ഇനി തിരിച്ചു വരൂല്ല, ഇനി ഒരു യാത്ര പറച്ചിലില്ല. അവസാനം അവിടെ നിന്ന് കൊണ്ട് നടക്കാം നേരത്തെ വിളിച്ചു പറയാ, അല്ലാഹുവേ മയ്യത്ത് ചുമക്കുന്നവരെ ഒന്നു നിൽക്കുവോ, എന്റെ വീടിന്റെ അകത്തട്ടിൽ നിന്ന് ആരോ കരയുന്നുണ്ട്. എന്റെ മക്കളാണോ, എന്റെ ഭാര്യയാണോ, എന്റെ സഹോദരങ്ങളാണോ, എന്റെ കൂടപ്പിറപ്പുകളാണോ, എന്റെ കൂട്ടുകാരാണോ, ആരോ വീടിന്റെ അകത്തട്ടിൽ നിന്ന് കരയുകയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ അവരുടെ കരച്ചിലൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് വിളിച്ചു പറയുകയാണ്. പക്ഷേ ആരും അത് കേൾക്കുന്നില്ല. അത് മൗനിയായിട്ടാ പറയുന്നത്. ഉമ്മ കേൾക്കൂല, ബാപ്പ കേൾക്കൂല, സഹോദരങ്ങൾ കേൾക്കൂല, കൂടപ്പുറപ്പുകൾ കേൾക്കൂല, ബന്ധുമിത്രാദികൾ കേൾക്കൂല, ഒരാളും കേൾക്കൂല. പടച്ച റബ്ബേ, അവിടെ കൊണ്ടിറങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, കലിമത്ത് തൗഹീദ് ചൊല്ലുന്നുണ്ട്. കൊണ്ട് നടക്കുന്നവരോട് ആത്മാവ് വിളിച്ചു പറയാ, എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, അല്ലാഹുവേ ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. ദുനിയാവെന്നെ ചതിച്ചിരിക്കുകയാണ്. ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ നോമ്പെടുത്തിട്ടില്ല, പാവപ്പെട്ട
മക്കളുടെ മദ്രസക്ക് വേണ്ടി ചോദിച്ചപ്പോ അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നു, പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോയതാണ്. എന്നെ ചുമന്നുകൊണ്ട് പോകുന്നവരെ തഗുറന്നകുമു ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവെന്നെ ചതിച്ചിരിക്കുകയാണ്, എന്നെ ദുനിയാവെന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. എന്നെ ചതിച്ചതുപോലെ, എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. അതിന്റെ അർത്ഥം നീ നിസ്കരിക്കണേ, നീ നോമ്പെടുക്കണേ, നീ സ്വതക്ക ചെയ്യണേ, നീ സക്കാത്ത് കൊടുക്കണേ. അള്ളാഹു തന്ന സമ്പത്തിന്റെ ഓരോ ഭാഗവും അള്ളാഹ്ക്ക് വേണ്ടി നീ കൊടുക്കാനും മറക്കല്ലേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ദുഃഖത്തോടെ വിളിച്ചു പറയുകയാണ്. ഓരോരുത്തരോടും മരണം മൗനിയായ ഉപദേശം തന്നു, പക്ഷേ നമ്മളത് കേട്ടില്ല. അവസാനം അല്ലാഹുവേ ബാപ്പയുടെ മയ്യത്ത് കൊണ്ടുവെക്കുകയാണ്. ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് ഖബർസ്ഥാനിലേക്ക് വെക്കുന്നതിന് മുമ്പ് പള്ളിയുടെ ഉള്ളിൽ കൊണ്ടുവച്ചു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ചില ആളുകൾ പെട്ടെന്ന് ഇറങ്ങി ഓടുമ്പോ ആത്മാവിങ്ങനെ മാറിയിരുന്നിട്ട് കരഞ്ഞിട്ട് പറയും, മോനെ നീ ഓടല്ലേ, ഞാനും ഇതുപോലെ എത്ര ഓടിയതാണ്, എത്ര കരഞ്ഞതാ. എനിക്കും ഒരുപാട് കച്ചവടമുള്ളവനായിരുന്നു, ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളവനായിരുന്നു. ഇന്നതാ എന്റെ കച്ചവടവും എന്റെ ബിസിനസ് എല്ലാം ആർക്കോ വേണ്ടി മാറ്റിവെച്ചു. എന്റെ കടയും ശൂന്യമാ. എനിക്ക് എന്റെ വീടിന്റെ കത്തട്ടിൽ പോലും ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓടല്ല. ഇന്ന് മുതൽ എനിക്ക് കിടക്കാനുള്ള വീടുണ്ടല്ലോ, ആ വീട് കൂടെ ഒന്ന് കണ്ടിട്ടല്ലാതെ പോകല്ല. ആര് കേൾക്കാനാണ്? ചില ആളുകൾ ഇറങ്ങി ഓടുകയാണ്. അവസാനം എന്റെ സഹോദരങ്ങളെ അവിടെ നിന്നതാ മയ്യത്ത് കൊണ്ടുവരികയാണ്. ഇവിടെ പള്ളിക്കാട്ടിലേക്ക്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ടേ, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതു കൊണ്ടേ. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. അത് കണ്ടു കരയാനും ഒരാൾ അവർക്കില്ലേ. കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ. ഉദരം ക്രമേണ പുഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബറു നിറഞ്ഞതത്ഭുതമല്ലേ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ.